സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കണ്ട, സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും വിളനിലമാകേണ്ട പള്ളി അങ്കണത്തിൽ ഗുണ്ടകളെ പോലെ തമ്മിത്തല്ലുന്ന അച്ഛന്മാരെയും സഭാ വിശ്വാസികളെയുമാണ് ഇപ്പോൾ കേരളക്കര കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് പൗർണമി, ഇനി എന്തൊക്കെ നമ്മൾ കാണുന്നത് ഇവിടെ? അതെ, സ്വാഭാവികമായിട്ടും ഈ പള്ളികളിൽ പ്രത്യേകിച്ചും ഞാനൊക്കെ ആണെങ്കിലും ഒരു ചെറുപ്പം തൊട്ടേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതായത് കുർബാന നടക്കുന്നു അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ആരും അതിനൊരു മടിയും കാണിക്കുന്നില്ല. എല്ലാ ഞായറാഴ്ചയും പള്ളികളിൽ പോകുന്നു. തീർച്ചയായും. അതുപോലെ തന്നെ ഒരു അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ എത്രയോ ബഹുമാനത്തോടെ അവരത് സ്വീകരിക്കുകയും അതിന് പള്ളിക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഈ കാലം ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു അങ്കമാലി, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം, അതായത് ഈ ഏകീകൃത കുർബാനയും അതുപോലെ തന്നെ ജനാഭിമുഖ കുർബാനയും തമ്മിൽ വന്നപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ്, രണ്ട് വിഭാഗം, രണ്ടുപേരും വിശ്വാസികൾ തന്നെയാണെന്നുള്ളതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പം ഇവർ ചേർന്നൊരു തീരുമാനം, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ തലപ്പത്തുള്ള, ഇവരൊക്കെ ഏറെ ബഹുമാനിക്കുന്ന മാർപ്പാപ്പയുടെ തീരുമാനമാണ്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇവര് ഇങ്ങനെ തർക്കിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാം നല്ലതിന് വേണ്ടി തന്നെയാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പിന്നെ ചില ആളുകൾ ഇത്രയും വർഷമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്നൊരു കാര്യം, അവരുടെ വിശ്വാസം, അവരുടെ മതം, അവരുടെ ആചാരം, അങ്ങനെ വിചാരിക്കുന്നവർക്ക് അത് തീർച്ചയായും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാം. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യം തുടക്കം മുതലേ ഇവരുടേതായ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ പള്ളികളിൽ നടക്കുന്ന, അല്ലെങ്കിൽ അച്ഛന്മാരെ, ഫാദേഴ്സിനെ ഒക്കെ ബഹുമാനിക്കുന്നവർ തന്നെയാണ്. അപ്പൊ ഈ തലപ്പത്തിരിക്കുന്ന ആളുകൾ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് ചിന്തിച്ചാൽ തീരുന്ന, വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നത്തിനെയാണ് ഇത്രയും വർഷം, അല്ലെ 1-2 വർഷമായി ഈ ഒരു തർക്കം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനമായിട്ട് ഇക്കഴിഞ്ഞ 2023 ജൂലൈയിലാണ്, അതായത് ഇനി എല്ലാ സിനഡിന്റെ ഒരു തീരുമാനം വന്നത്, ഇനി എല്ലാ പള്ളികളും, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നുള്ളൊരു വിധി വന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഇത്രയും നാളും ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്നത് ജനാഭിമുഖ കുർബാനയാണ്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾക്ക് അത് തന്നെ തുടരണം. ഈ മാർപ്പാപ്പയുടെ ആണെങ്കിലും, ഈ മാർപ്പാപ്പയുടെ ഒരു ശിഷ്യൻ മാർ സിറിൽ വാസിൽ എന്ന് പറയുന്ന അദ്ദേഹമൊക്കെ ഇവിടെ വന്ന് ഈ ഒരു പ്രശ്നങ്ങളെ പഠിക്കുകയും ഈ വിഷയങ്ങൾ പഠിക്കുകയും മാർപ്പാപ്പയെ അറിയിക്കുകയും അതിനുശേഷം ഒരു കത്തയക്കുകയും, അങ്ങനെയുള്ള നിരവധി കേസുകൾ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ പിന്നാമ്പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾക്കും ഒരുപാട് പ്രാർത്ഥനാ യജ്ഞങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഈ ഒരു കാര്യം പൊങ്ങി. അതെ, അതിൽ ഇപ്പം പൗർണമി പറഞ്ഞ അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പൗർണമി പറയുന്നത്. പക്ഷെ എന്നാലും അതിൽ നമ്മൾ ഇപ്പോൾ ഒരു റിലീജിയൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കേസാണ് അല്ലേ. പ്രത്യേകിച്ച് ഞാനൊക്കെ കോൺവെന്റ് സ്കൂളിലും കോളേജിലും പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എനിക്ക് അവരോട് തീർച്ചയായിട്ടും താല്പര്യമില്ല. കാരണം നമ്മൾ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു മതം ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് ഡിസിപ്ലിനറി പ്ലസ് ഫ്രണ്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ടയ്ക്ക് നിൽക്കുന്ന, അതോടൊപ്പം തന്നെ എന്നാൽ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നൽകുന്ന ഒരു റിലീജിയനാണ് ക്രിസ്ത്യാനിറ്റി എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം കുറച്ച് അഡ്വാൻസ്ഡ് ആണ് അവർ, എല്ലായ്പ്പോഴും അവർ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കും. വളരെ വിശാല ഹൃദയത്തിന് ഉടമകളാണ് ക്രിസ്ത്യൻസ് എന്നൊക്കെയാണ് പൊതുവെ അറിയപ്പെടുന്നത്. അവരെല്ലാം അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് സ്വന്തം മതത്തിൽ ഇങ്ങനൊരു പ്രാർത്ഥനയുടെ വിഷയം വന്നപ്പോൾ, അതും ഈ പ്രാർത്ഥിക്കുന്ന വിഷയം കുർബാനയുടെ വിഷയം വരുമ്പോൾ ഞാനിപ്പോൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. പണ്ടൊക്കെ ഈ എന്താണ് കുർബാന, ഇവർ കയ്യിൽ ഈ വെളുത്ത അപ്പമൊക്കെ വായിലിട്ട് അലിഞ്ഞു എന്തപ്പോൾ ഞാൻ ടേസ്റ്റ് ഒക്കെ എന്താകും, ഓസ്തി എന്ന് പറയുന്നത് എന്തായിരിക്കും എൻ്റെ ടേസ്റ്റ് എന്നൊക്കെ എനിക്ക് ഭയങ്കര. പക്ഷെ ക്രിസ്ത്യാനികൾക്കല്ലാതെ ആർക്കും അത് കൊടുക്കില്ല. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ നിങ്ങളൊരു പ്രാർത്ഥനയുടെ വിഷയം വന്നപ്പോൾ, ഈ ക്രിസ്ത്യൻസിന് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, അച്ഛന്മാരെയൊക്കെ പോലീസുകാർ റോഡിലൂടെ വലിച്ചടിച്ചുകൊണ്ട് പോവുക. ഒരു സഭാവിശ്വാസി അച്ഛനെ അടിക്കുന്ന കാണുന്നു, അച്ഛൻ തിരിച്ചടിക്കുന്ന കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അച്ഛനെ അടിച്ച് താഴെയിടുന്ന കാണിക്കുന്നുണ്ട്. ഒരു ബഹുമാനവും ഇല്ലാത്ത രീതിയിൽ അച്ഛന്മാരോട് പോലും ഈ വിശ്വാസികൾ പെരുമാറുക, അത് ഇതുവരെ കണ്ട് വന്നിട്ടില്ലാത്തൊരു കാഴ്ചയാണ്. അതെ, അത് മാത്രമല്ല ഇതിലും വലിയ കൊടൂരമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്ത അച്ഛന്മാരെ വളരെ മാന്യതയോട് കൈകാര്യം ചെയ്ത പോലീസുകാരായിരുന്നു. അതായത് അറിയാമല്ലോ നമുക്ക്, അഭയ കേസ്, അതോടൊപ്പം തന്നെ സിസ്റ്റർ അഭയ കേസ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ വേറെ റേപ്പ് കേസുകളുടെയൊക്കെ ആരോപണങ്ങൾ വന്നെങ്കിലും അവരോടൊക്കെ മാന്യമായി ബിഹേവ് ചെയ്ത പോലീസ് എന്തുകൊണ്ടാണ് നിസ്സാരപ്പെട്ട ഒരു പ്രാർത്ഥനാ സമരത്തിന്റെ പേരിൽ, അവർ എന്തിന്റെ പേരിലും, ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് പറയില്ല, എന്തിന്റെ പേരിലും ആയിക്കോട്ടെ, അവർ പുരോഹിതന്മാരാണ്, അവർക്ക് എന്തായാലും അവർ തെറിയൊന്നും പറയുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം അവിടെ ക്യാമറ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പറയേണ്ട കാര്യമില്ല, കാരണം അവരുടെ മുകളിൽ നിന്നുള്ള ഉത്തരവ് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്, അവരതേ ചെയ്യുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ചെയ്യുമ്പോൾ ആ അച്ഛന്റെ അല്ലെങ്കിൽ ആ ഇതിന് വിധിക്കപ്പെട്ട ആള് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ സ്വാഭാവികമായിട്ടും ഇതിന് താഴെയുള്ള എല്ലാ വിശ്വാസികളും തയ്യാറാകേണ്ടതാണ്. പക്ഷെ പൗർണമി ഞാൻ ചോദിക്കുന്ന പോലെ അവരവിടെ ശരിയാണ്, അവരുടെ അഡ്രസ്സ് അവർ കാണിക്കുന്നുണ്ട്. അവരുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എറണാകുളം അതിരൂപത ഡയോസിസിലാണ് അവർ താമസിക്കേണ്ടത്. അവർക്ക് കൊടുത്തിരിക്കുന്ന റെസിഡൻഷ്യൽ അഡ്രസ്സാണ്. അവിടെ നിന്നുകൊണ്ട് അവർ നിശബ്ദമായി പ്രാർത്ഥനാ സമരം നടത്തുന്നു. ആ പ്രാർത്ഥനാ സമരം നടത്തുന്ന കാര്യങ്ങൾ ഈ പറയുന്ന മോളിരിക്കുന്ന ആൾക്കാരും ഈ താഴേക്കിടയുള്ള ചെറിയ അച്ഛന്മാരും തമ്മിൽ ആലോചിച്ച് സഭ അറിഞ്ഞുകൊണ്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യത്തെ ഈ പറയുന്ന അവർ പറയുന്നു ഞങ്ങൾ ഗേറ്റ് തല്ലിപ്പൊളിക്കുകയോ
പൂട്ട് തകർത്തോ അകത്ത് കയറിയവരല്ല, ഞങ്ങൾ അവിടെ കിടന്നുറങ്ങിയവരാണ്. ഞങ്ങളെ സമാധാനപരമായിട്ട് വിളിച്ചു നിർത്തി ചർച്ചയ്ക്കിരുന്നതിന് പകരം എന്തിന് പോലീസെ വലിയ ഏമാമാരെ കൊണ്ട് ഞങ്ങളെ വലിച്ചടപ്പിച്ചു, ഗുണ്ടകളെ പോലെ കുറ്റവാളികൾ പോലെ ഞങ്ങളുടെ മൊബൈൽ ഫോണുകളൊക്കെ പിടിച്ചു പറിച്ചു എന്നൊക്കെയാണ് അവർ പരാതിപ്പെടുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് എന്തായിരിക്കും ഇനിയിപ്പോൾ സഭയോടും അച്ഛന്മാരോടും തോന്നുക എന്ന് പറയുന്നത്? എന്ത് കാര്യം എന്തുമായിക്കൊള്ളട്ടെ. എന്തായാലും ജോസഫ് പാംപ്ലാനി അദ്ദേഹം വികാരി അച്ഛൻ എന്തായാലും സമവായത്തിന് ശ്രമിച്ചിരുന്നു. അതെന്തായാലും ഒരുവിധം വിജയം കണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്, ഈ പറയുന്ന പോലെ താൽക്കാലികമായിട്ടെങ്കിലും. അപ്പോൾ ഈ പറയുന്ന പോലെ അദ്ദേഹം പറയുന്ന ഒരു റീസൺ ഉണ്ട് അതിനകത്ത്. അവരുടെ എല്ലാവരുടെയും കത്തോലിക്ക സഭയുടെ ഏറ്റവും തലതൊട്ടപ്പൻ എന്ന് പറയുന്ന മാർപ്പാപ്പയാണ്. അപ്പോൾ അവിടുന്ന് വന്നൊരു ഓർഡറാണ്. അപ്പോൾ അതനുസരിക്കാനുള്ള ബാധ്യത സഭാവിശ്വാസികൾക്കും അച്ഛന്മാർക്കും ഉണ്ട്, അല്ലെങ്കിൽ പള്ളികൾക്കുണ്ട്. ഏത് അതിരൂപതയായാലും അതിനുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതെ, തീർച്ചയായും. അതായത് ഈ ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചല്ലോ, അതായത് 2023 ജൂലൈയിലാണ് ഈ സിനഡിൻ്റെ അണ്ടറിൽ, അതായത് എല്ലാ പള്ളികളിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നുള്ളൊരു ഓർഡർ വരുന്നത്. പിന്നെ അതിനുശേഷം ഓഗസ്റ്റിൽ തൊട്ടടുത്ത മാസം തന്നെ ഓഗസ്റ്റിൽ അങ്ങനെ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ നോക്കിയപ്പോഴൊക്കെ ഈ ജനാഭിമുഖ കുർബാനയെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇതിനെ തടഞ്ഞിരുന്നു. അതായത് ഏകീകൃത കുർബാനയാണെങ്കിൽ നടത്തില്ല എന്ന പ്രാർത്ഥനയൊക്കെ ആയിട്ട് പള്ളികളുടെ വാതിലിൽ നിൽക്കുക. ഏകദേശം 160-ലധികം പള്ളികളുണ്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അണ്ടറിൽ. അപ്പോൾ അതിനകത്ത് വെറും 7ഓളം പള്ളികളിൽ മാത്രമാണ് അന്ന് ഏകീകൃത കുർബാന നടപ്പിലായത്. എന്ത് തന്നെയായാലും ഇത് വിശ്വാസമാണ്, വിശ്വാസികളുടെ കാര്യമാണ്. നമുക്കതിനകത്ത് കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. നമുക്ക് ആരെയും തമ്മിൽ തല്ലിക്കാനോ അല്ലെങ്കിൽ തല്ലുകൊള്ളണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്തായാലും വിശ്വാസമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വിഭാഗം ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും ഇപ്പം ഈ സമവായമായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്ത് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്.